ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിലിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ഓഫറുകളുമായി തട്ടിപ്പ് സംഘം കളം നിറയുന്നത്. കണ്ടാൽ ഔദ്യോഗിക പേജുകളെന്ന് തോന്നിക്കും വിധമുള്ള വ്യാജ പേജുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ബുക്കിംഗ് ചാർജും ഡെലിവറി ചാർജും ഒക്കെ ഈടാക്കിയാണ് വ്യാജന്മാർ വലയിൽ വീഴ്ത്തുന്നത്. ഔദ്യോഗിക ആപ്പോ വെബ്സൈറ്റോ വഴി മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗോപാൽ ശീലാസനൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഈ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടാണെങ്കിലും ഇത്തരത്തിൽ വലിയ ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കുന്ന സമയത്ത് മലയാളികൾ അത് ആഘോഷമാക്കാറുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്നത്. അപ്പോൾ അത് തന്നെ ആ ഒരു സാഹചര്യമൊക്കെ മുതലാക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ എപ്പോഴും ആക്റ്റീവായി രംഗത്തിറങ്ങാറുമുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ. ഇത്തവണ എങ്ങനെയാണ് ഇവരുടെ ഒരു തന്ത്രം? എങ്ങനെയാണ് ഇവർ ആളുകളെ വലയിൽ വീഴ്ത്തുന്നത്? എന്താണ് മുന്നറിയിപ്പുകൾ? ഫ്ലിപ്കാർട്ട് അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി വമ്പിച്ച വിലക്കുറവിലുള്ള വിൽപ്പന നടന്നു വരികയാണ്. അത്തരത്തിൽ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ എന്ന മറവിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ കേരള പോലീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതായത് ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലേക്കുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സും വെബ്സൈറ്റുകളും തയ്യാറാക്കി അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ യഥാർത്ഥ വെബ്സൈറ്റിലും കാണുന്ന അതേ തരത്തിലേക്കുള്ള ഇന്റർഫേസുകളുള്ള ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും ചെല്ലുന്നത്. ആ വെബ്സൈറ്റിൽ സാധാരണയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കമുള്ള വിവിധ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിലക്കുറവിൽ വിൽക്കുന്നുവെന്ന് കാണിച്ചിരിക്കുന്നു, പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് കണ്ട് അതിൽ ഡിസ്കൗണ്ട് നൽകുന്നതിന് വേണ്ടി പ്രത്യേക ചാർജ് നൽകണം, അല്ലെങ്കിൽ ഡെലിവറി ചാർജ് നൽകണം, കൂടാതെ തന്നെ ഈ ഓർഡർ ചെയ്ത സമയത്ത് ചാർജ് നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കുന്നു. പിന്നീട് പണം നൽകിയതിനു ശേഷം ഈ അഡ്രസ്സിൽ സാധനം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിക്കാതെയോ വരുമ്പോഴാണ് തട്ടിപ്പ് നടന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. QR കോഡ് വഴി എന്തെങ്കിലും തരത്തിൽ പണം അയച്ചു നൽകരുത്, എന്തെങ്കിലും OTPകൾ ആവശ്യപ്പെട്ടാൽ അത് അറിയിക്കരുതും എന്ന്, അത് മറ്റാർക്കും കൈമാറരുത് എന്നും ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടാൽ പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടണമെന്ന ഒരു അറിയിപ്പ് കൂടി കേരള പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ശരി ഗോപാൽ, അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി വീഴാതിരിക്കുക, തട്ടിപ്പ് മുൻകൂട്ടി കാണുക.